ഹലോ ഗായ്സ്, ഇത് ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 1 നമ്മൾ പഠിച്ചത് ആർക്കിയോളജിനെ കുറിച്ചും കുറച്ച് ടേംസിനെ കുറിച്ചുമാണ്. ഇനി നമ്മൾ ഹിസ്റ്ററിയിലോട്ട് കൂടുതൽ ഇറങ്ങാൻ പോവുകയാണ്. ചാപ്റ്റർ 2 NCERTയുടെ ഓൺ ദ ടെയിൽ ഓഫ് ദ ഏർലിയസ്റ്റ് പീപ്പിൾ. അപ്പോൾ ഏർലി പീപ്പിളിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ഫസ്റ്റ് 2 മില്യൺ ഇയേഴ്സിന് മുന്നേ, 20 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ, ഇവിടെ ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സ് എന്ന രീതിയിലുള്ള ആൾക്കാരാണ് താമസിച്ചിരുന്നത് നമ്മുടെ സബ് കോണ്ടിനെൻറ്റ് ഇന്ത്യ എന്ന രാജ്യത്ത്. അപ്പോൾ ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സ് ചെയ്തിരുന്നത് അവർ ആനിമൽസിനെ ഹണ്ട് ചെയ്യുകയും അത് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഫോറസ്റ്റിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് അത് കഴിക്കാൻ തുടങ്ങി. അതായിരുന്നു അവരുടെ ഭക്ഷണം. അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്, ഹണ്ട് ചെയ്തും ഗ്യാദർ ചെയ്തും. പിന്നീട് അവരെക്കുറിച്ച് കൂടുതൽ വിശദാംശമായിട്ട് താഴെ പറയുന്നുണ്ട്. അവർ ഏതൊക്കെ ഏരിയയിലാണ് കൂടുതൽ താമസിച്ചിരുന്നത്, അവരെങ്ങനെയാണ് ഫുഡ് കളക്ട് ചെയ്തത്, അത് വായിച്ച് നോക്കിയാൽ മതിയായിരിക്കും. പിന്നെ അവരുടെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ഏതൊക്കെ ഏരിയയിലാണ് കൂടുതൽ കാണപ്പെട്ടത്. അവരൊരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കില്ലായിരുന്നു. അവരൊരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും ഫുഡിന് വേണ്ടി. പിന്നെ പല കാരണങ്ങൾക്കാണ് അവർ മൂവ് ചെയ്യുന്നത്. ഒന്ന് ഫുഡിന് വേണ്ടി, പിന്നെ ഒന്ന് അവർ പ്രേ ചെയ്യുന്ന ആനിമൽസ് മൂവ് ചെയ്യും. അപ്പോൾ അവരെ കിട്ടാൻ വേണ്ടി അവരുടെ പിറകെ ഇവർ മൂവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ചില സീസൺസിൽ ചില ഫ്രൂട്ട്സ് ബെയർ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഫ്രൂട്ട്സ് സീസൺസിനനുസരിച്ച് കിട്ടാൻ വേണ്ടി മൂവ്മെൻറ്റ് നടത്തി. പിന്നെ വെള്ളം തീരുമ്പോൾ വെള്ളം അന്വേഷിച്ച്, കാരണം പെർണിയൽ നോൺ പെർണിയൽ റിവേഴ്സ് ഉണ്ട്. അപ്പോൾ നോൺ പെർണിയൽ റിവേഴ്സ് ആണെങ്കിൽ അവിടെ ഫുൾ ടൈം വെള്ളം കാണില്ല. അപ്പോൾ വെള്ളം കിട്ടുന്ന ടൈം നോക്കി അവർ മൂവ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് മൂവ്മെൻറ്റ് പണ്ടത്തെ ആൾക്കാർ കൂടുതലും ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സ് മൂവ് ചെയ്തത് ഈ കാരണങ്ങളാലാണ്. പിന്നെ നമുക്ക് ഇവരുടെ വിവരങ്ങൾ, ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സിൻ്റെ വിവരങ്ങൾ നമുക്ക് എങ്ങനെയാണ് കൂടുതൽ കിട്ടിയെന്ന് വെച്ചാൽ, അന്ന് എഴുത്തും വായനയും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആർക്കിയോളജിസ്റ്റ് എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്ന തെളിവുകളിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് ഇവരെക്കുറിച്ചുള്ള വിവരം. സ്റ്റോൺ ടൂൾസ് നമുക്ക് കൂടുതൽ കിട്ടിയിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത്. അപ്പോൾ ചില ടൂൾസിൻ്റെ ഫോട്ടോസ് തന്നിട്ടുണ്ട്. സ്റ്റോൺ ടൂൾസും ബോൺ ടൂൾസും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ബോൺസ് ഉപയോഗിച്ചും ടൂൾസ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ ചില ട്രീസിൻ്റെ ബാർക്ക് ഉപയോഗിച്ചിരുന്നു അവർ ടൂൾസ് ഉണ്ടാക്കാൻ. ഇങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. പിന്നെ കേവ്സിലും പിന്നെ ചെറിയ ചെറിയ ഹട്ട്സിലും ഒക്കെ അവർ ജീവിച്ചിരുന്നു. പിന്നെ അവരെവിടെയാണ് ജീവിച്ചിരുന്നത്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഇവർ കൂടുതലും കണ്ടിരുന്നത് ഏതൊക്കെ ഏരിയയിലാണ്? ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സ്. ഈ സൈറ്റ്സ് ഈ മാപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന ഈ സൈറ്റ്സിലൊക്കെയാണ് കൂടുതലും ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സ് കണ്ടിരുന്നത്. ഇവരെല്ലാം മിക്കവാറും ഒരു റിവറോ ലേക്കിൻ്റെയോ അടുത്തായിരിക്കും താമസിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റോൺ ടൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് അവരിത് ഉണ്ടാക്കുമായിരുന്നു. ആ സ്ഥലങ്ങളെയാണ് ഫാക്ടറി സൈറ്റ്സ് എന്ന് പറഞ്ഞിരുന്നത്. നമ്മൾ വിളിക്കുന്നത് ഫാക്ടറി സൈറ്റ്സ് എന്നാണ്. പിന്നെ അവർ ജീവിച്ചിരുന്ന സ്ഥലത്തെ ഹാബിറ്റേഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ ചില സ്ഥലത്ത് അവർക്ക് ഹാബിറ്റേറ്റ് ചെയ്യാനും പറ്റും, ഇതുപോലെ ടൂൾസ് ഉണ്ടാക്കാനുള്ള സാധനം കിട്ടും. അപ്പോൾ അവർ രണ്ടും കൂടെ ഒരു സ്ഥലത്ത് ചെയ്യാൻ തുടങ്ങി. ആ സൈറ്റ്സിനെയാണ് നമ്മൾ ഹാബിറ്റേഷൻ കം ഫാക്ടറി സൈറ്റ്സ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. പിന്നെ ഇവർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഭിംബേക്ക, അത് മധ്യപ്രദേശിലുള്ളൊരു സൈറ്റാണ്. അവിടെ കേവ്സും റോക്ക് ഷെൽറ്റേഴ്സിനും ഫേമസ് ആണ്. അവിടെ കൂടുതലും മഴ പെയ്യുന്നതും ഹീറ്റും വിൻഡും ഒക്കെ ഉള്ളത് കാരണം അന്നത്തെ ആൾക്കാർ ഈ നാച്ചുറൽ കേവ്സിലാണ് അഭയം കണ്ടിരുന്നത്. ഇത് ഡെക്കാൻ പ്ലാറ്റ്യൂവിലും വിന്ധ്യ നർമ്മദ വാലിയിലുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതൊരു സേഫ് പ്ലേസ് ആയിരുന്നു. ഇങ്ങനത്തെ കുറേ കേവ്സ് അവിടെയുണ്ട്. അപ്പോൾ ഭിംബേക്ക അതിലൊരു മെയിൻ കേവാണ്.
നമ്മുടെ ഒരു സൈറ്റാണ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയുള്ള ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സ് ജീവിച്ചിരുന്ന സ്ഥലങ്ങളെ നമ്മൾ സൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്, റിമെയിൻസ് കിട്ടിയിരിക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ അവിടെ അന്നത്തെ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സ് കൂടുതലും എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ തെളിവുകൾ, അതാണ് നോക്കുന്നത്. സ്റ്റോൺ ടൂൾസ് അന്നത്തെ ആൾക്കാർ കൂടുതൽ ഉപയോഗിച്ചിരുന്നു. അവർ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരുന്നതെന്ന് വെച്ചാൽ 2 സ്റ്റോൺസ് ഉരസി മിനുക്കിയെടുത്തുണ്ടാക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റോണ് പ്രഷർ ഉപയോഗിച്ച് വെച്ചിട്ട് വേറൊരു സ്റ്റോൺ വെച്ച് ഇടിച്ച് ഉണ്ടാക്കും. 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഫയറിനെ കുറിച്ച് കുർണൂൽ കേവിൽ, കുർണൂൽ എന്നാണ് സ്ഥലം, അതൊരു ആന്ധ്രാപ്രദേശ് അവിടെയാണ് വരുന്നത്. അവിടുത്തെ കേവിൽ ആഷിൻ്റെ അംശം കിട്ടി. അപ്പോൾ അവിടെ ഫയർ ഉണ്ടായിരുന്നു, ഫയർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു തെളിവ് കിട്ടി. ഫയർ എന്തിനായിരിക്കും ഉപയോഗിച്ചിരുന്നത്? അന്നത്തെ കാലത്ത് ലൈറ്റിനും പിന്നെ ആനിമൽസിനെ സ്കെയർ ചെയ്ത് വിടാനും പിന്നെ മീറ്റ് കുക്ക് ചെയ്യാനുമായിട്ട് ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് ഫയറായിരുന്നു. അപ്പോൾ നമുക്ക് കുർണൂൽ കേവ്സിൽ നിന്നാണ് ഫയറിൻ്റെ ഇത് കിട്ടിയത്. പിന്നീട് ഏകദേശം ഒരു 12,000 വർഷം മുന്നേ ആയപ്പോൾ, ഇതിപ്പോൾ നമ്മൾ 2 മില്യൺ ഇയേഴ്സ് മുന്നേ ഉള്ള കാര്യം തൊട്ട് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ 12,000 വർഷങ്ങൾക്ക് മുന്നേ, കുറേ കൂടെ വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ക്ലൈമറ്റിൽ വലിയ വ്യത്യാസം വന്നു ഭൂമിയിൽ. അപ്പോൾ ഇപ്പോൾ ഗ്രാസ് ലാൻഡ്സ് അങ്ങനത്തെ പല പല എക്കോസിസ്റ്റം അല്ലെങ്കിൽ ലാൻഡ് ഫോംസും ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഗ്രാസ് ലാൻഡ്സ് കൂടുതലുണ്ടായപ്പോൾ ഇതുപോലത്തെ ഹെർബിവോറസ് ആനിമൽസായ ഡിയർ, ആൻറ്റിലോപ്പ്, ഗോട്ട്, ഷീപ്പ്, കാറ്റിൽസ്, ഇങ്ങനെ കാറ്റിൽ വിഭാഗത്തിൽപ്പെട്ട ആനിമൽസിൻ്റെ എണ്ണം കൂട്ടി. ഇത് നന്നായിട്ട് വളരാൻ തുടങ്ങി. ഇത് ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യർ ശ്രദ്ധിക്കുകയും അവരെ റെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ റെയർ ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. പിന്നെ ഫിഷിങ്ങും നടത്തിയിരുന്നു. അതുപോലെ ആ ഒരു ടൈമിൽ ഈ ഗ്രാസിൽ വളരുന്ന ധാന്യങ്ങളായിട്ടുള്ള ഈ വീറ്റ്, ബാർലി, റൈസ് ഇതൊക്കെ കണ്ടുപിടിക്കുകയും അത് കൂടുതൽ കൃഷി ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സായിട്ട് ജീവിച്ചിരുന്നവർ പതിയെ കൃഷി ജീവിതത്തിലോട്ടും ആനിമൽ ഹസ്ബൻഡറി, ഡൊമസ്റ്റിക്കേഷനിലോട്ടും തിരിയാൻ തുടങ്ങി. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇത്രയും പറഞ്ഞ നമ്മുടെ ഒരു സ്റ്റോറി 3 കാലഘട്ടമായിട്ട് തിരിക്കാം. ഇത്രയും ഈ ഒരു പെർമനൻറ്റ് സ്റ്റേ ആയിട്ടും കൃഷി ചെയ്തും ജീവിക്കുന്ന കാലഘട്ടം വരെയുള്ളൊരു കാലഘട്ടം, ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സ് തൊട്ട് ഇതുവരെയുള്ളൊരു കാലഘട്ടത്തെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. അതിവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. പാലിയോ മീൻസ് ഓൾഡ്, മെസോ മീൻസ് മിഡിൽ, നിയോ മീൻസ് ന്യൂ എന്നാണ്. അപ്പോൾ കുറച്ച് ഏറ്റവും പണ്ടത്തെ പാലിയോലിത്തിക് ഏജ്, ഒരു മിഡിൽ ഭാഗത്തുള്ളത് മെസോലിത്തിക്, കുറച്ചും കൂടെ പുതിയതാകുമ്പോൾ നിയോലിത്തിക്. അത് ഇത്രയും ടൈമാണ് അതിൽ വരുന്നത്. നമ്മൾ നിയോലിത്തിക് ഏജിന് ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്ന ഈ ഒരു കൃഷി ഒക്കെ തുടങ്ങുന്നത് നിയോലിത്തിക് ഏജ് ഒരു ടൈമിലാണ്. ഈ 3 ടൈമിലും വളരെ വ്യത്യാസമുണ്ട്. ടൂൾസിലായാലും ജീവിത രീതിയിലായാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് വായിക്കുമ്പോൾ മനസ്സിലാവും. മെസോലിത്തിക് ഏജ് സമയത്ത് ടൂൾസൊക്കെ മൈക്രോലിത്തായിട്ടാണ് അറിയപ്പെടുന്നത്. ചെറിയ ടൂൾസാണ് ഉപയോഗിച്ചിരുന്നത്. അത് വെച്ച് നമുക്ക് മെസോലിത്തിക് ഏജ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ പാലിയോലിത്തിക് പീരീഡിലാണ് നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററിയുടെ 99% ഹിസ്റ്ററിയും അടങ്ങിയിരിക്കുന്ന ഈ പാലിയോലിത്തിക് ടൈമാണ്. അതൊരു വാസ്റ്റ് ഇയറാണ്. 2 മില്യൺ ഇയേഴ്സും 12,000 ഇയേഴ്സ് അഗോ, അത്രയും വാസ്റ്റായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3ആയിട്ടല്ല 3ആയിട്ട് ലോവർ, മിഡിൽ, അപ്പർ പാലിയോലിത്തിക്, അങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബട്ട് അത്രയും നമ്മൾ ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് വലിയ വിവരവും ഇല്ല നമ്മുടെ കയ്യിൽ. നിയോലിത്തിക്കിനെ കുറിച്ചാണ് കൂടുതൽ നമുക്ക് അറിവ് ഉള്ളത് സത്യം പറഞ്ഞാൽ. അടുത്തത് നമ്മൾ റോക്ക് പെയിൻറ്റിങ്സിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ ബിംബേക്ക എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ കേവ്സ് ഉണ്ടെന്ന്. അവിടെ റോക്ക് പെയിൻറ്റിങ്സിന് ഫേമസ് ആണ്. അപ്പോൾ കൂടുതൽ ഇന്ത്യയിൽ കണ്ടിട്ടുള്ള റോക്ക് പെയിൻറ്റിങ്സ് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമാണ്.
അത് വെച്ച് നമുക്ക് കുറേ അന്നത്തെ കാലത്തെ ജീവിത രീതിയും അന്നത്തെ കാലത്ത് നിലനിന്ന ആനിമൽസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഐഡിയ കിട്ടും. പിന്നെ അന്ന് സൊസൈറ്റിയിലുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അന്ന് ഹണ്ട് ചെയ്തിരുന്നു, ടൂൾസ് മേക്ക് ചെയ്തിരുന്നു, പിന്നെ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, പിന്നെ ഈ കേവ്സിൻ്റെ വാൾസൊക്കെ പെയിൻറ്റ് ചെയ്തിരുന്നു. അത് ആരൊക്കെയാണ് ചെയ്തത്? മെന്നും വുമണും എല്ലാവരും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെ വേർതിരിവൊന്നും ഇല്ലായിരുന്നു, എല്ലാവർക്കും എല്ലാം ചെയ്യായിരുന്നു ആ സമയത്ത്, അന്നത്തെ കാലത്ത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ബോക്സിൽ കൊടുത്തിരുന്നു, ഇത് സ്പെഷ്യലായിട്ട് ഒരു SSC എക്സാമിന് ചോദിച്ചതാണ്. ഇന്ത്യയിൽ ഓസ്ട്രിച്ചസ് ഉണ്ടായിരുന്നു ഏത് കാലഘട്ടത്തിലാണ്? പാലിയോലിത്തിക് പീരീഡിൽ ഓസ്ട്രിച്ചസ് ഉണ്ടായിരുന്നു. ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗിൻ്റെ ഒരു ഇത് ആർക്കിയോളജി ഫൗണ്ട് ചെയ്തു ഇവിടെ മഹാരാഷ്ട്ര, പട്ന ഇൻ മഹാരാഷ്ട്ര, അവിടെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പിന്നെ ഹൺസ്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെക്കുറിച്ചാണ്. ഇത് ഈ മാപ്പ് ഇവിടെ കാണാം. കർണാടകയുടെ ആ ഒരു ഭാഗത്താണ് ഹൺസ്കി വരുന്നത്. അപ്പോൾ ഹൺസ്കി കുറിച്ച് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കണം. അതൊരു പാലിയോലിത്തിക് സൈറ്റാണ്. അവിടെ നിന്ന് കുറേ ടൂൾസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതൊരു ഹാബിറ്റേഷൻ കം ഫാക്ടറി സൈറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹാബിറ്റേഷനും ഫാക്ടറിയും ചേർന്നിട്ടാണ്. പിന്നെ അവിടെ ടൂൾസ് ഉണ്ടാക്കിയിരുന്നു. ടൂൾസ് കൂടുതൽ ലൈം സ്റ്റോണിലാണ് ഉണ്ടാക്കിയിരുന്നത്. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഇന്ത്യയുടെ കാര്യമല്ലാതെ ഫ്രാൻസിൻ്റെ ഒരു ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. ഫ്രാൻസിൽ ഒരു കേവ് കണ്ടെടുക്കുകയും കുട്ടികൾ ഒരു 100 വർഷം മുന്നേ കുറച്ച് കുട്ടികൾ, സ്കൂൾ കുട്ടികളാണത് കണ്ടുപിടിക്കുക. അവിടെ പെയിൻറ്റിങ്സ് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൻ്റെ അകത്ത് 20,000 വർഷം പഴക്കമുള്ള പെയിൻറ്റിങ്സ് കണ്ടുപിടിക്കുകയും ചെയ്തു. ആ പെയിൻറ്റിങ്സിൽ പല ആനിമൽസ്, ഹോഴ്സസ്, പിന്നെ ഒരു തരം കാറ്റിൽ, ബൈസൺ, റൈനോസറസ്, ബിയർ ഇതെല്ലാം കണ്ടുപിടിക്കുകയും ചെയ്തു. പിന്നെ ഇതെല്ലാം പെയിൻറ്റ് ചെയ്തിരുന്നത് അയൺ ഓറിൽ നിന്നും ചാർക്കോളിൽ നിന്നും ഒക്കെയാണ്. അതാണ് അവിടെ നിന്ന് ഒരു പെയിൻറ്റിങ്, ബൈസൺ ആണെന്ന് തോന്നുന്നു. ഇത്രയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 2 മില്യൺ തൊട്ട് 12,000 വർഷം വരെയുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടം, പല സൈറ്റ്സ്, പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്, ഫാക്ടറി, ഹാബിറ്റേഷൻ സൈറ്റ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ഭാഗം തൊട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങിയ അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിലോട്ട് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.